നിങ്ങളിപ്പോൾ ഓൾറെഡി ഷമീറിൻ്റെയും മമ്മൂൻ്റെയും വീഡിയോയിലൊക്കെ ഓരോ കാര്യങ്ങൾ കേട്ടിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിന് എൻ്റെ ഭാഗത്ത് എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങളാണ്. എന്താ രാമേന്ദ്ര പ്രശ്നം? ഞാൻ എന്താ പറയുക, മറ്റൊന്നുമില്ല, അധികം മറച്ചു വെച്ചിട്ടോ നീട്ടി വെച്ച് സംസാരിക്കുന്ന ഒന്നുമില്ല. ഓ, എന്താ സംഭവം പറ കേക്കട്ടെ. നോർമലി നമ്മളൊരു പട്ടി വിലയോ എന്താ പറയുക, പട്ടി വിലയാകുമ്പോൾ പട്ടിക്ക് നമ്മൾ ഭക്ഷണം കൊടുത്തിട്ട് ഇടയ്ക്കൊരു തലോടലെങ്കിലും തലയിൽ നമ്മൾ തലോടും. പക്ഷേ ഭയങ്കര മനസ്സ് സങ്കടത്തിലിരിക്കാൻ സന്തോഷ്, ഭയങ്കര മനസ്സിൽ നീ എന്നെ പറ്റിച്ചതാ. അപ്പോൾ നമ്മൾ അക്കൗണ്ട് അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ അത്രത്തോളം വലിയ റീസൺസ് ഉള്ളത് കൊണ്ടാണ് ഗൈസ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ എത്ര കാലം വിചാരിച്ചിട്ടാവും ഷൂട്ടിങ്ങിലാണ്, ആടാണ് ഈടാണെന്ന് പറഞ്ഞിട്ട് ഉരുട്ടുക. എന്തായാലും നേരിടുക തന്നെ. പ്രശ്നങ്ങൾ വരുമ്പോൾ സ്ട്രോങ് ആയിട്ട് നിൽക്കണം. ഫസ്റ്റ് ദിവസം തന്നെ അതെന്നെ ചിലപ്പോൾ പ്രാങ്ക് ചെയ്തായിരിക്കും. ഷഡ്ഡി പുറത്ത് നിർത്തിയിട്ട് തോക്കല്ലെടുത്തിട്ട് ഞങ്ങളോട് വേണ്ടായിരുന്നു മല്ലയ്യ. ഞാൻ അവിടെ പോയപ്പോൾ ഞാനെന്നല്ല, അവിടെയുള്ള എല്ലാവർക്കും സാലറി എന്നുള്ള രീതിയിൽ അവിടുന്ന് ഒരു ഉറുപ്പ്യ പോലും ഇന്നേ വരെ കിട്ടിയിട്ടില്ല. ഡിസാസ്റ്ററായിപ്പോയി, ദുരന്തമായിപ്പോയി എന്ന് പറയായിരുന്നു. നമ്മൾ ബേസിക്കായിട്ട് നമ്മൾ തിന്ന പാത്രം, അതായത് നമ്മൾ ഈ എച്ചിൽ എന്ന് പറയുന്നത് അത് നമ്മൾ തന്നെ വേസ്റ്റിലേക്ക് എടുത്തിട്ട് നമ്മൾ കൈ വെക്കണ്ടേ. ഇന്നേ വരെ ആ വീട്ടിൽ നിന്നിട്ട് നീ അത് അവൻ്റെ പ്ലേറ്റ് കൈയിട്ടില്ല ആണല്ലോ. എടാ, ഒരാളിട്ട അടി വസ്ത്രം നമ്മൾ എന്തിനാണ് കഴുകുന്നത്? വേറൊരാളിട്ട അടി വസ്ത്രം എന്തിനാണ് നമ്മൾ കഴുകേണ്ട അവസ്ഥ വരും. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന? അവൻ്റെ ഗേൾ ഫ്രണ്ട് വന്നിട്ട് എന്താ പറയുക, എടാ ഒരാണിനില്ലടാ, ആണിന് എന്തില്ലെങ്കിലും കുറച്ച് അതായത് ഓനക്ക് ഒരാണാന്നുള്ള കുറച്ചൊരു അഭിമാനത്തിൻ്റെ ഒരു ഇതുണ്ട്. ഓൻ്റെ ഗേൾ ഫ്രണ്ട് വന്നിട്ട് പറയാം, ജാസി ഓൻ്റെ ഡ്രസ്സുണ്ട്, അണ്ടർവെയറും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്, അതൊന്ന് അലക്കണേ. ഇനിയിപ്പോൾ ഇൻ കേസ് അടുക്കളയിൽ എന്തായി പോയിട്ട് തിരക്കായി പോയി കഴിഞ്ഞ് പറയും, അതെന്താ നിന്നോട് പറഞ്ഞതല്ല, നീ എന്താ ചെയ്യാത്തത്? പിന്നെ ഞാൻ ഇന്നേ വരെ എൻ്റെ ഉമ്മ സത്യം സിഗരറ്റോ കഞ്ചാവോ ഡ്രഗ്സോ വെള്ളമോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. പക്ഷെ അവിടുന്ന് ഇവൻ എന്നെ കൊണ്ട് ഡ്രഗ്സ് അടക്കം കുടിപ്പിക്കാൻ നോക്കി. ഞാനാണ് അവിടുത്തെ ഒരു ആശാരിയും കൂടിയാണ്. ഞാൻ അവിടുത്തെ ഫുഡ് ഉണ്ടാക്കുന്നതും അലക്കുകാരനും ആശാരിയും അവിടെ നിലം വൃത്തിയാക്കുന്നതും കക്കൂസ് പോകുന്നതും ഒക്കെ ഞാനും മമ്മുമൊക്കെ തന്നെയാണ്. ഷമീറിൻ്റെ പെങ്ങളെ കല്യാണം ഓൾറെഡി വരാൻ പോവുക. അവിടെ ഓനൊരു ദിവസം 6-7 മണിക്കൂർ ചെയ്യും. കാരണം അതിനെന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ വീട്ടിൽ കൊടുക്കാലോ. സ്ട്രീം ചെയ്തിട്ട് അവസാനം നോക്കുമ്പോൾ പൈസ മൊത്തം പോകുന്നു നിയാദിൻ്റെ അക്കൗണ്ടിലേക്ക്. നിയാദ് ഇതൊന്നും അറിയാണ്ട് ഇവൻ്റെ അക്കൗണ്ടിലേക്ക് മേടിച്ച്. എങ്ങോട്ടാണ് ഈ നാടിന്റെ പോക്ക്? നീ അറിഞ്ഞ ഞാൻ പെട്ടു. അപ്പോൾ ഷമീർ പോയി ചോദിച്ചു, ഷമീർ നിയാദെ എന്തെങ്കിലും ഒന്ന് എനിക്ക് വേണമെന്ന് പറഞ്ഞ സമയത്ത് നോക്കിയിട്ട് ആലോചിക്കുക, അത് നീ പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല, നിനക്ക് ഞാൻ നോക്കി ചെയ്തു തരും. ഇങ്ങനെ നോക്കി ചെയ്തു തരുന്നുണ്ട് ഇത്രയും കാലം നമ്മളെല്ലാവരും വലിപ്പിച്ചത്. ഈ കിട്ടുന്നതിലേക്ക് എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇനിയും കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. രണ്ടെണ്ണം അടിച്ചിട്ട് ചെകുത്താനെ പ്രാർത്ഥിച്ചിട്ട് ഉറങ്ങാൻ നോക്കും. ചെകുത്താനെ? അതേടാ, ഈ കാലത്ത് ദൈവത്തിനെ ഒന്നും പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യമില്ല.